കൂട്ടുകാരെ പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോ ഇടാത്തത്. അപ്പോൾ അന്ന് നമ്മളൊരു കപ്പ പോത്ത് ബിരിയാണി ചെയ്തില്ലേ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പി ആദ്യം കുക്കർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ പോത്ത് ഇട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ ഒരു 3 തക്കാളി, ഒരു 4 സവാള എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കപ്പയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അതും വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ കുക്കർ ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്, കപ്പ അവിടെ റെഡി ആകുന്നുണ്ട്. അതിൻ്റെ പോത്ത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതായിട്ട് വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രം വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി തേങ്ങ നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കാം. അതാ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് നമ്മൾ കപ്പ ഊറ്റി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ആ പാത്രത്തിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിന് എരിക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പോത്തില്ലേ, അതിനകത്തേക്ക് അതിൻ്റെ സ്റ്റോക്കോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ച് ഉടച്ച കപ്പയില്ലേ, അത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കപ്പയും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇറച്ചിയും ആ കപ്പയും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് പെരണ്ട് കപ്പയ്ക്കകത്തെല്ലാം കൂടി പെരണ്ട് നന്നായിട്ട് വരട്ടെ. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്, നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അതിന് ശേഷം നമ്മൾ ഒരു സവാള എടുത്ത് കുറച്ച് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ കപ്പ ബിരിയാണിയുടെ ഇടയ്ക്ക് ആ ഉള്ളിയും ഒക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി, കപ്പ പോത്ത് ബിരിയാണി റെഡിയായി. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെയും ടാറ്റാ, ബൈ ബൈ, സീ യു.